കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പാകിസ്ഥാനിൽ ഷിയ സുന്നി കലാപമാണ് നടത്തുന്നത്. കലാപം. എത്ര പേരാണ് മരിച്ചത്? 80 പേര്. എത്ര പേരാണ് ഇഞ്ചേർഡ് ആയത്? ഏകദേശം 160 പേര്. ഇത് ഇൻ്റർനാഷണൽ മീഡിയ പറയുന്ന കണക്കാണ്. എന്താണ് ഇഷ്യൂ? ആ ഇഷ്യൂവിനെ പറ്റി ചില വീഡിയോകളിലും ചില പ്രൈവറ്റ് ബ്ലോഗേഴ്സും പറയുന്നത് ഈ 2 കൂട്ടരുടെയും തമ്മിലുള്ള മതത്തിൻ്റെ പ്രശ്നം. അതിൻ്റെ സുന്നിക്കാർ പറയുന്നത് അവരുടെ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇവരുമായിട്ട് ബന്ധം പാടില്ല, ഇവരുടെ ഈ പോക്കിനെ തകർക്കണം. മറ്റവരും അത് തന്നെ പറയുന്നത്. കാരണം ഈ 2 വ്ളോഗേഴ്സിൻ്റെയും പ്രശസ്തരായ വ്ളോഗേഴ്സ് 2 കമ്മ്യൂണിറ്റിയിലുള്ളവർ ഈ ഭാഗത്തുള്ള ഇപ്പോൾ ഖൈബർ എന്നൊക്കെ പറയുന്ന പാകിസ്ഥാൻ ഭാഗത്തുള്ള അവരുടെ വീഡിയോ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞതാണ്. കാരണം ഇവർ ഉറുദുവിലും ഭാഷയിലൊക്കെയാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? റോഡിൽ കൂടെ ബസ്സിൽ യാത്ര പോകുന്ന ഷിയാക്കാരെ വെടിവെച്ച് കൊല്ലുന്നു. നിരപരാധികൾ, ഇതൊന്നും അറിയാത്തവർ. തിരിച്ച് അവരും അതേപോലെ ചെയ്യുന്നു. അവർ പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് സ്കൂളിലെ കുട്ടികളെയും പേരൻസിനെയും അവരെ വെടിവെച്ച് കൊല്ലുന്നു. ഇത് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ടാക്കിയതാണ് ഈ ഇഷ്യൂ, ഷിയ സുന്നി എന്ന് പറയുന്നത്. ഇനി എന്താ സുഡാനിൽ നടക്കുന്നത്? അവിടെ 2 സുന്നി വിഭാഗക്കാർ അവർ തമ്മിൽ തല്ലുന്നു. എത്ര പേരാണ് മരിച്ചത്? ഈ പറയുന്ന ഈ ഗാസയിലും ലെബനിലും ഉള്ളതിൻ്റെയൊക്കെ 4 ഇരട്ടി അവിടെ കൊല്ലപ്പെടുന്നത്. ഇതിനെപ്പറ്റി കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സുഡാനിൽ എന്ത് സംഭവിക്കുന്നു? ഇവിടുത്തെ വലിയ ഇസ്ലാമിക പണ്ഡിതന്മാരും യൂട്യൂബൊക്കെ നടത്തുന്ന വെറും മരം പൊട്ടന്മാരുണ്ടല്ലോ, അത് ചർച്ച നടത്താം. എന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവന്മാർ മരപ്പൊട്ടന്മാരാണ്. എന്താണ് പാകിസ്ഥാനിൽ സംഭവിച്ചത്? പാകിസ്ഥാനിൽ കണ്ടിന്യൂ ആയി. അവസാനം ഇത് 7 ദിവസത്തേക്ക് വെടിനിർത്തൽ അവിടെ എല്ലാം അടച്ചിട്ടേക്കുക. ആ ഭാഗം മുഴുവനും 2 or 3 പ്രവിശ്യ മുഴുവൻ കലാപമായിട്ട് അങ്ങ് മാറി. ഏത് സുന്നി പോകുന്നു അവനെ ഫയർ ചെയ്യുന്നു, ഏത് ഷിയ പോകുന്നു അവനെ ഫയർ ചെയ്യുന്നു. ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഇവർ പറയുന്നത് എന്തുവാ? ഇവരെ അറ്റാക്ക് ചെയ്ത് കാരുണ്യമാണ്, കോപ്പാണ്, എന്തൊക്കെയോ പറയുന്നു. എന്തോ കാര്യമായ പ്രശ്നമുണ്ട് ഈ മതത്തിന്. ഞാൻ വെറുതെ അല്ല പറയുന്നത്. സ്വന്തം ആൾക്കാരെ അവിടെ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്, അതിൻ്റെ പേരിൽ വെടിവെച്ച് കൊല്ലുന്നു. അതും ക്രൂരമായിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. ചില സ്ത്രീകളൊക്കെ വളരെ ക്രൂരമായിട്ടാണ് ആക്രമിക്കുന്നത്. ഇതേ ഞാൻ പറയുന്നുള്ളൂ. ഇവർക്കാണ് പ്രശ്നം. ഈ മതത്തിന് കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ആദ്യം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ അന്തർദേശീയമായ തലങ്ങളിലോട്ട് പോവുക. ഇവിടെ എന്താ, എത്ര ജൂയിഷ് ഉണ്ട്, എത്ര ക്രിസ്ത്യൻസ് ഉണ്ട് അവിടെ? ഇനി ഇറാനിൽ എന്താ സംഭവിക്കുന്നത്? ഇത് തന്നെ സംഭവിക്കുന്നത്. ഇറാഖിൽ എന്താ സംഭവിച്ചത്? ഇത് തന്നെ സംഭവിക്കുന്നത്. എത്ര വർഷക്കാലമായിട്ട് ഈ 2 കൂട്ടരുന്ന് ഷിയ സുന്നി ഫൈറ്റാ. എന്താ യമനിൽ സംഭവിക്കുന്നത്? ലോകത്തെവിടെയും ഇവന്മാർ ഒരുമിച്ച് ജീവിക്കത്തില്ല. ഇവന്മാർ അടിയ. സ്വന്തം മതം ഇസ്ലാം തന്നെയാണ്, എല്ലാ അള്ളാഹുവാണ്, എന്നിട്ട് പറയുന്ന കാരുണ്യം. അപ്പം മറ്റുള്ളവനെ കണ്ടാ വിടുവോ? ഇതേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പം നിങ്ങൾ എന്നെ ക്രിസംഗിയാക്കാൻ വരുന്നു. ഇത് കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയ ചർച്ച ചെയ്യാത്ത. കാരണം ഒരു ശരിക്കുള്ള ടോപ്പിക് അല്ലയോ. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം? നൂറ്റാണ്ടുകളായിട്ടുള്ള പ്രശ്നമാണ്. ഡിജിറ്റൽ ജനറേഷൻ വന്നു, ഇതിന് മാറ്റമുണ്ടായോ? സുഡാനിൽ എന്താ പ്രശ്നം? അവിടെ 2 സുന്നി വിഭാഗക്കാരാണ് അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സും പട്ടാളവും അത് ഭരിക്കുന്നവർ. എത്രയോ സ്ത്രീകളും കുട്ടികളെയും എത്രയോ പേരെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. റോഡിൽ കൂടെ പോകുന്നതിനെ വെടിവെച്ച് കൊല്ലുക. അതായത് വിവരമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം. ഇമാർ ഈ പറയുന്നതിൻ്റെ 1% പോലും സത്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മതത്തിനകത്ത് റിഫോംസ് ആവശ്യമാണ്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കണം. ഇതെല്ലാം പുസ്തകത്തിൽ കൂടെ അല്ല നോക്കേണ്ടത്. ഈ പുസ്തകത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതാണ് ക്രിസ്ത്യാനിറ്റിക്കകത്ത് റിഫോംസ് ഉണ്ടായത്. ഈ പറയുന്ന ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തേ ഉള്ളൂ. ഇപ്പോൾ രാജാറാം മോഹൻ റോയ് ആണെങ്കിലും സതിക്കെതിരെ മറ്റു വലിയ സംഭവം ഉണ്ടായത് അത് റിഫോംസിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കളാണെങ്കിൽ പോലും അവർക്ക് ഈ റിഫോംസിനെ അംഗീകരിക്കാൻ അവർ തയ്യാറാണ്. ഇപ്പോൾ ചൈൽഡ് മാരേജ് അവർക്ക് വേണ്ടാന്ന് വെച്ചു, പക്ഷേ ഇന്നും അത് ഇസ്ലാമിൽ തുടരുകയാണ്. അവർ പറയും മതത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാഗം. അപ്പം ഇപ്പം ഹിന്ദുക്കളെ എടുക്കുക, അവരൊക്കെ നേരത്തെ നടത്തിയിരുന്നതാണ് പലതും. പക്ഷെ അവർ എഡ്യൂക്കേഷൻ വന്നു, പുതിയ തലമുറ വന്നു, അവരിതിൻ്റെ അകത്തുനിന്ന് മാറാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഇതൊക്കെ വിഡ്ഢിത്തരമാണ്.
ഇപ്പം ക്രിസ്ത്യാനിറ്റിക്ക് അത് ഇതേപോലെ ഈ പറയുന്ന സെമറ്റിക് മതം ഇതേ പറയുന്ന പല സംഭവങ്ങളും ഉണ്ട്. അവരും ഇതിൻ്റെ അകത്ത് പഴയ നിയമത്തിലുണ്ട് ഈ സംഭവം. അവരും പൂർണ്ണമായിട്ടും മാറാൻ തുടങ്ങി. പക്ഷെ ഇന്നും ഇസ്ലാമിനകത്ത് മാറാത്ത എന്താ? ഒരു റഷ്ദി വരുന്നു, ഒരു സംഭവത്തെ പറ്റി എഴുതി, സാറ്റനിക് വേഴ്സസ്. ആ പുസ്തകം എഴുതിയ ആളെ കൊല്ലാൻ പറയുന്നു, ആളെ തലവെട്ടാൻ പറയുന്നു ഖുർആൻ. ഇതേപോലെ ഏതെങ്കിലും ഒരാൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പുറത്തു പറയാൻ ശ്രമിക്കുമ്പോൾ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഈ മതത്തിനകത്ത് റിഫോംസ് ഉണ്ടാകാത്തത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴാണ് ഇതിൻ്റെ സൈൻ വരുന്നത്. അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, സ്ത്രീകളെ ചാക്കിനകത്ത് കൊണ്ടു നടക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാൻ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കാരണം അതിനുശേഷമാണ് മാറ്റം. കാരണം ഇതൊരു വലിയ ഭ്രാന്താണ് ഈ സംഭവം. ഈ വഹാബിസം, സലഫിസം, ഷിയ, സുന്നി എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനം ഇല്ലാതാക്കുന്നത്. ലോകത്ത് വെറുതെ ടെററിസ്റ്റായിട്ടും സ്വന്തമായിട്ട് പോയി അഫ്ഗാനിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, വണ്ടി കൊണ്ട് ഇടിച്ചു കയറ്റിയ ആൾക്കാർ, നിരപരാധികൾ, ഒന്നും അറിയത്തില്ല, അവരെ കൊല്ലുന്നു. ഇതാണ് ഇഷ്യൂ. ഇവിടെ ക്രിസ്ത്യാനി ഒന്നുമില്ലല്ലോ, ഇവിടെ ജൂയിഷ് ഒന്നുമില്ല, പിന്നെന്തിനാ അവരെ കൊല്ലുന്നേ? ഇതേ ഉള്ളൂ സംഭവം. അത് നിരപരാധികൾ, ഇതുമായിട്ട് ഒന്നും ബന്ധമില്ല. ബസ്സേ യാത്ര ചെയ്യുന്നതിന് എന്തോ ഇഷ്യൂവാ, അവനെ വെടിവെച്ച് കൊല്ലുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾ, എടുത്തു നോക്കെ എവിടൊക്കെയാണ് ഈ ഷിയ സുന്നി ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കൊന്നിരിക്കുന്നത്. നിവൃത്തിയില്ലാതെ, ആഹാരം നിവൃത്തിയില്ലാതെ ക്യൂ നിന്ന് എവിടൊക്കെയോ നിന്ന് ആഹാരം, അവനെ വെടിവെച്ച് കൊല്ലുന്നു. ഇതൊക്കെ മതത്തിൽ പറഞ്ഞു എന്നാണ് ഈ പല വ്ളോഗേഴ്സിൻ്റെ അകത്ത് അറിയുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മതത്തിൻ്റെ ആവശ്യം എന്തുവാ? ആലോചിച്ച് നോക്കുക. ഞാനിത് പറയുമ്പോൾ ചില സുഡാപ്പി കുഞ്ഞുങ്ങളൊക്കെ കയറി നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തിനു വേണ്ടിയാണ് പിന്നെ ഈ മതം? ആർക്ക് വേണ്ടിയാണ് ഈ മതം? എല്ലാ മതവും മനുഷ്യന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ചേഞ്ചസ് ആവശ്യമാണ്, ഏറ്റവും പരമപ്രധാനം. അതേപോലെ പൊട്ടത്തരം കാണിച്ചിട്ട് നോക്ക്, ഇന്ന് ഗാസയിൽ 45,000 പേരാണ് കൊല്ലപ്പെട്ടത്. മത തീവ്രവാദം. ലെബനനിൽ നോക്ക്, ഏകദേശം 5,000 പേര് കൊല്ലപ്പെട്ടു. മനസ്സിലാക്കുക, മറ്റുള്ളവരൊന്നും പൊട്ടനല്ല. നീയൊക്കെ ഇത് കൺസോളിഡേറ്റ് ചെയ്യുമ്പോഴും മതത്തിൻ്റെ പേരിൽ ചെയ്യുമ്പോൾ നിന്നെ തൊലയ്ക്കും. കാരണം മറ്റൊരു വിഭാഗമുണ്ട്, അവർക്കറിയാം നാളെ നീ ഇത് ഭീഷണിയാണ്. 9/11 ശേഷം അമേരിക്കയിൽ ഒരു മുസ്ലിം പേരുള്ളവർക്ക് കയറാൻ പറ്റുന്നില്ല. അതും വലിയ സ്കാൻ ചെയ്ത് വലിയ സംഭവത്തിൽ കൂടെ മാത്രമേ അതിൻ്റെ അത് കയറാൻ പറ്റത്തുള്ളൂ. A to Z അവൻ്റെ അണ്ടർവെയർ വരെ ഊരി നോക്കുക. അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും. ആരാ ഇതുണ്ടാക്കിയത്? ഇതൊക്കെ മനുഷ്യന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്തൊരു മതം. അതിൻ്റെ പേരിൽ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. സ്ത്രീകളുടെ കാര്യം കളയണ്ട. ഇതാണ് ഞാൻ പറയുന്നത്. പാകിസ്ഥാന് വലിയ ദൂരമൊന്നും പോകണ്ട, ഇന്ത്യയുടെ ബോർഡറിലാണ് കിടക്കുന്നത്. ഇന്ത്യയായിട്ട് വിഭജിച്ച് പോയ സംഭവമാണ് പാകിസ്ഥാൻ. ആ രാജ്യത്ത് ഇത്രമാത്രം അസമാധാനവും അരാജകത്വവും പട്ടിണിയും പരിവട്ടവും ആലോചിച്ച് നോക്കുക. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലുമില്ല. വീട്ടിലുള്ള ആഹാരം പാചകം ചെയ്യാൻ ഗ്യാസ് ഇല്ല. പെട്രോളും വണ്ടികൾ അത് അടിക്കാനുള്ള സംഭവമില്ല. പക്ഷെ മതം, ഇതാണ് പ്രശ്നം. മതം മനുഷ്യന് വേണ്ടിയാണെങ്കിൽ അത് വിശ്വസിക്കുന്നവന് റീസണബിൾ ബിലീവർ ആയിരിക്കണം. ഒന്നിനെ അന്ധമായിട്ട് വിശ്വസിക്കരുത്. ഒരു കാര്യം അന്ധമായിട്ട് വിശ്വസിക്കരുത്. ഇതെല്ലാം നല്ല രസകരമായി, ഇത് ആർക്കൊക്കെ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്. ആ സാമ്പാറിൻ്റെ ഭാഗങ്ങളാണ് കേരളത്തിലെ സുഡാപ്പികളും അവിടുത്തെ പല ഉസ്താദുമാരും. അതാണ് അനുഭവിക്കുന്നത്. ഇത് ഞാൻ ആദ്യം മുതൽ പറയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ കൂടെ ആകുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് താലിബാനിൽ നടന്നത്. മറ്റുള്ളവരൊക്കെ ഇനി തള്ളിക്കളയും നിങ്ങളെ. ഈ സ്ഥിതിയിലേക്ക് പോയത് നിങ്ങളുടെ മതമാണ് കാരണമെങ്കിൽ, നിങ്ങളുടെ പുസ്തകമാണ് കാരണമെങ്കിൽ ആ പുസ്തകത്തെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് എനിക്കിതിൽ പറയുവാനുള്ളത്.